അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ അംബിയാ മുർസലീങ്ങൾ അള്ളാഹു തആല 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ആ അംബിയാ മുർസലീങ്ങളുടെ നേതാവാണ് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും വഴിപിഴപ്പിക്കുവാൻ, നശിപ്പിക്കുവാൻ ഇതാ കച്ചകെട്ട ഇറങ്ങിയ ഒരേ ഒരാൾ ആരാണ്? പിശാചാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും വഴിതെറ്റിക്കുവാൻ പരിശ്രമിച്ചവനാണ് ഇബ്ലീസ് എന്ന് പരിശുദ്ധമായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എവിടെ നിന്നാണ്? സ്വഹീഹുൽ ബുഖാരി മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ റസൂലുള്ളാഹി തങ്ങള് അബൂദർ അൽ-ഗഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഫസമിഅനാ യഖൂൽ അഊദു ബില്ലാഹി മിൻക അഊദു ബില്ലാഹി മിൻക. മഹാനായ അബൂദർ അൽ-ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ ഇതാ മസ്ജിദ് നബവിയുടെ ഉള്ളിലിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമസ്കരിക്കുവാൻ വേണ്ടി കൈകെട്ടിയിട്ട് പ്രവാചകൻ നമസ്കാരത്തിൽ പ്രവേശിച്ചു. ആ ഒരു അവസ്ഥയില് പ്രവാചകനിൽ നിന്ന് അഊദു ബില്ലാഹി മിൻക അഊദു ബില്ലാഹി മിൻക എന്ന് ആവർത്തിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. നമസ്കാരത്തിൽ നിന്ന് ഇതാ നബി തങ്ങൾ വിരമിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച പ്രവാചകനോട് ഞങ്ങൾ ചോദിച്ചു, നബിയേ, യാ റസൂലുള്ളാഹ്, ഖദ് സമിഅനാ തഖൂലു, അങ്ങയുടെ നമസ്കാരത്തിൽ അങ്ങ് ഇപ്രകാരം പറയുന്നതായിട്ട് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ നബിയേ, അതിന്റെ കാരണം എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഞാൻ നമസ്കരിക്കുവാൻ വേണ്ടി കൈകെട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ശപിക്കപ്പെട്ട പിശാചന്റെ നമസ്കാരത്തിലേക്ക് കടന്നു വരികയും അവന്റെ കയ്യിലുണ്ടായിരുന്ന തീക്കൊള്ളി കൊണ്ട് എന്റെ കണ്ണിലേക്ക് കുത്തുവാനും എന്റെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുവാനും നമസ്കാരത്തിൽ അലസനാക്കുവാനും വേണ്ടി അവൻ പ്രവർത്തിച്ചപ്പോൾ ഔദു ബില്ലാഹി മിൻക, നിന്നെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ആ പ്രവാചകനെ പോലും വഴിതെറ്റിക്കുവാൻ നോക്കിയവനാണ് പിശാച്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്നേ ദിവസം ഞാൻ ഈ കാണുന്ന മസ്ജിദ് നബവിയുടെ മുമ്പിലുള്ള ഈ തൂണില് പിശാചിനെ ഞാൻ പിടിച്ചു കെട്ടിയിടുകയും നിങ്ങളുടേതായ മക്കള് മദീനയിലുള്ള കുഞ്ഞുങ്ങൾ വന്ന് അവന്റെ മേൽ കളിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്പിയാക്കളുടെ നേതാവായ, പ്രവാചകന്മാരുടെ നേതാവായ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്, പ്രവാചകനെ പോലും വഴിതെറ്റിക്കുവാൻ, പ്രവാചകന്റെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചവനാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നബി തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയി. എന്താണ് ആ ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. എല്ലാ അധികാരവും നൽകിയ അല്ലാഹുവേ, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവും നീ എനിക്ക് നൽകിയവനാണ് അല്ലാഹ്. പടച്ചവനെ, എനിക്ക് ശേഷം ഇതുപോലത്തെ അധികാരം നീ ആർക്കും കൊടുക്കരുത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടിട്ട് റബ്ബ ദുആ സ്വീകരിച്ചത് കൊണ്ടാണ് പിശാചിനെ ഞാൻ പിടിച്ചു കെട്ടാത്തത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നാം മനസ്സിലാക്കണം, നബി തങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്, ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ
ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിശാചിനും ജന്മം നൽകുകയാണ്. ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചു വീണാൽ ആ കുഞ്ഞിനോടൊപ്പം തന്നെ ഇതാ ഒരു പിശാചിന്റെ കുഞ്ഞും ഇതാ ജനിച്ചു വീഴുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെയും സൃഷ്ടിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനോടൊപ്പം തന്നെ ആ മനുഷ്യനോടൊപ്പം തന്നെ ഒരു ഇബ്ലീസിനെയും അല്ലാഹു സൃഷ്ടിച്ചു നൽകുന്നു. അതുപോലെ തന്നെ ഒരു മലക്കിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചു നൽകുകയാണ്. മനുഷ്യന്റെ ഉള്ളില് ഒരു പിശാചും ഒരു മലക്കിനെയും അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. നീ ഒരു നന്മ ഉദ്ദേശിക്കുമ്പോൾ ആ നന്മയുടെ മലക്ക് നിന്നോട് പറയുമത്രേ, നീ അത് പ്രവർത്തിച്ചു കൊള്ളുക. നീ ഒരു തിന്മയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പിശാച് നിനക്കതിനുള്ള പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. ഇപ്രകാരമാണ് എല്ലാവരുടെയും അവസ്ഥയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അവസ്ഥയും ഇത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ എന്റെ കൂടെ ഒരു മലക്കിനെയും ഒരു പിശാചിനെയും അല്ലാഹു ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രവർത്തനങ്ങൾ കാരണം എന്റെ ഉള്ളിലുള്ള പിശാചിനെ അല്ലാഹു മുസ്ലിമാക്കി മാറ്റി. അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ള പിശാച് മുസ്ലിമാണ്, എന്നെ അവന് വഴിതെറ്റിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലുള്ള പിശാചിനെ നിങ്ങൾ മുസ്ലിമാക്കി മാറ്റണം. എങ്ങനെയാണ് നബിയെ മുസ്ലിമാക്കി മാറ്റുക എന്ന് സഹാബത്തിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ സ്മരണയിലായി നന്മയിലായി കഴിയുമ്പോഴെല്ലാം ആ പിശാചിന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല, നിങ്ങളെ നശിപ്പിക്കുവാൻ കഴിയില്ല, നിങ്ങളുടെ മേലൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. കുഞ്ഞുങ്ങൾ കരയുന്നതിന്റെ കാരണം എന്താണ് സഹോദരങ്ങളെ? കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോൾ പിശാച് അവന്റെ കൈകൊണ്ട് കുഞ്ഞുങ്ങളെ കുത്തും. അവന്റെ കുത്തേറ്റിട്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകാതിരിക്കുവാൻ, ദീനിയായ ബന്ധം വിച്ഛേദിച്ചു പോകാതിരിക്കുവാൻ, ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണത്താലാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മൾക്ക് ചില നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു കുഞ്ഞ് അതിനെ ഈ ലോകത്തേക്ക് പ്രസവിച്ചു വീണാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക. അതിലൊന്നാമത്തത് എന്താ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ചെവിയിലേക്ക് നിങ്ങൾ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കണം, ഇടത് ചെവിയിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തൗഹീദിന്റേതായ വിളിയാണ് ആദ്യമായി കേൾക്കേണ്ടത്. ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു നമ്മൾ പോകുമ്പോൾ അവസാനമായി പറയേണ്ട വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന്റെ ആദ്യ വചനവും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം, അവസാനത്തെ വചനവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നത്, നിനക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നീ ആ കുഞ്ഞിന്റെ വലത് ചെവിയില് അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനികൾ നീ കേൾപ്പിക്കണം. ആ കുഞ്ഞിന്റെ ഇടത് ചെവിയില് നീ ഇഖാമത്തും നീ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. من ولد له مولودا فعدم في أذنه اليمنى وأقام في اليسرى لم تضر مسبيان. ഒരു കുഞ്ഞ് ജനിച്ചാൽ
ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നീ ബാങ്ക് കൊടുത്ത് ഇടത് ചെവിയിൽ നീ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലം യദുറു ഉമ്മു സുബിയാൻ, ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന പിശാച് ആ കുഞ്ഞിന്റെ മേല് സ്പർശിക്കുകയില്ല. അവിടെ പിശാചിന്റെ ശല്യം ആ കുഞ്ഞിന്റെ മേലില്ല. കുട്ടികൾ ജനിക്കുമ്പോൾ കരയാറുണ്ട്. എന്തുകൊണ്ടാണ്? പിശാച് അവന്റെ വിരലുകൾ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ കുത്തുമെന്ന് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ബാങ്ക് വിളിക്കലും ഇഖാമത്ത് കൊടുക്കലും പ്രവാചക ചര്യയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ഇസ്ലാം പുരോഗമിച്ചു വന്നപ്പോൾ, ഇസ്ലാമിന്റെ പുരോഗമനം വളർന്നു പന്തലിച്ചപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെയും ഹബീബായ പ്രവാചകന്റെ തിരുസുന്നത്തിനെയും നിഷേധിക്കുകയും സ്വന്തം പ്രസ്ഥാനങ്ങൾക്കും കൊടികൾക്കും വേണ്ടി ഹബീബായ പ്രവാചകന്റെ വചനങ്ങളെ വലിച്ചിഴയ്ക്കുവാനും അതിനെ വളച്ചെടുക്കുവാനും തുടങ്ങിയപ്പോൾ ഇന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു വിഭാഗം പറയുന്നു, നബിതങ്ങൾ അവിടെ നിന്നൊരിക്കൽ പോലും ചെയ്തിട്ടില്ല, ഇതാ ബാങ്ക് വിളിക്കുവാനും ഇഖാമത്ത് കൊടുക്കുവാനും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല, അത് നബിചര്യല്ലെന്ന് വാദിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ മുമ്പിലുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അത് ഏറ്റവും മോശമായ ചിന്താഗതിയാണ്. ലോകത്തിന്റെ പ്രവാചകൻ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത്. ഒരു കുട്ടി ജനിച്ചാൽ അതിന്റെ വലത് ചെവിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണം, ഇടത് ചെവിയിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണം. എന്നാൽ ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന പിശാച് കുഞ്ഞിന്റെ മേൽ സ്പർശിക്കുകയില്ല എന്ന് കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ് സഹോദരങ്ങളെ. മാത്രമല്ല നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾ ജനിക്കുന്ന കുഞ്ഞിന്റെ വലത് ചെവിയിൽ നിങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിക്കൊടുക്കുക. കുഞ്ഞിന്റെ വലത് ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിക്കൊടുക്കണം. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു, പരിശുദ്ധമായ ഖുർആനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഈ സൂറത്തും നിങ്ങൾ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നിങ്ങൾ ഓതിക്കൊടുക്കണം. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. സൂറത്തുൽ മർയമിന്റെ 36-ാമത്തെ ഈ ആയത്തും ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നിങ്ങൾ ഓതിക്കൊടുത്തതിന് ശേഷം ആ കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ ഈ സദസ്സിൽ നിന്ന് ചോദിക്കുകയാണ്, പ്രവാചക വചനത്തെ നിന്ദിക്കുന്നവരോട് ചോദിക്കുന്നു, നിഷേധിക്കാൻ കഴിയുമോ? വേണ്ട, നിങ്ങൾ നിഷേധിക്കണ്ട. എന്തുകൊണ്ടെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മയുടെ പേരെന്താണ്? മറിയം ബീവി എന്നല്ലേ? ആ മറിയം ബീവിയുടെ ഉമ്മയുടെ പേരെന്താണ്? ഹന്ന എന്നാണ്. ഹന്ന എന്ന് പറയുന്ന ആ സ്ത്രീ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ഉമ്മയാണ്. അവര് ഗർഭിണിയായിരിക്കുമ്പോൾ അവരിതാ ഈ ആയത്ത് എപ്പോഴും ഓതുമായിരുന്നു. എന്താണ്? സൂറത്തുൽ മറിയമിൽ അല്ലാഹു പറഞ്ഞ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ പരിശുദ്ധമായ ഖുർആനിക വചനം ഹന്ന എന്ന് പറയുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്നു. അവസാനം മറിയത്തിന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മറിയം ബീവിയുടെ വലത് ചെവിയിൽ ഹന്ന എന്ന് പറയുന്ന ഉമ്മ ഓതിക്കൊടുത്തതാണ് ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ ഈ കാണുന്ന പൊന്നുമോളുണ്ടല്ലോ മറിയം, ഈ മറിയമിനെയും കുടുംബത്തിനെയും ഇവർക്ക് പിറക്കാൻ പോകുന്ന മക്കളുടെ പേരിലും ഒരിക്കലും പിശാചിന്റെ സ്പർശനം ഉണ്ടാകരുത് നാഥാ. ആ പ്രവാചകന്റെ
ഈസാ നബിയുടെ ഉമ്മയുടെ ചെവിയിലേക്ക് ഹന്ന എന്ന് പറയുന്ന ഉമ്മ ഓതി കൊടുത്തു. ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാണ്, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹായെ പ്രസവിച്ച ശേഷം അവരുടെ മരണം വരെയും ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ പ്രസവിച്ച ഈസാ നബിയുടെയും ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും പിശാച് അവരെ സ്പർശിച്ചിട്ടില്ല. പിശാച് അവരുടെ അടുക്കലേക്ക് പോലും പോയിട്ടില്ല. അവരെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. ഹന്ന എന്ന് പറയുന്ന ഉമ്മയുടെ പ്രാർത്ഥനയാണ്, അവരാ കുഞ്ഞിന്റെ ചെവിയിൽ ഓതിയപ്പോൾ പിന്നീട് അവർക്കും അവരുടെ തലമുറകളുടെ പേരിൽ പോലും അല്ലാഹു പിശാചിന്റെ സ്പർശനം എടുത്തു മാറ്റിയെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ലോകത്തിന്റെ പ്രവാചകനാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ ആദ്യത്തെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്ക്, ഇടത് ചെവിയിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി. അപ്പോൾ പ്രവാചകന്റെ വചനത്തെ നമുക്ക് നിന്ദിക്കാൻ കഴിയില്ല. ഇതെന്തിനു വേണ്ടി? പിശാചിൽ നിന്ന് നമ്മുടെ സന്താനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ നിങ്ങൾ ബാങ്കും ഇഖാമത്തും കൊടുക്കുക. മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലും നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാണ്? ഇവിടെയൊക്കെ പിശാചിന്റെ സാന്നിധ്യമുണ്ട്. പിശാച് നമ്മളെ നശിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനിക്കുന്ന കുഞ്ഞിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് പോലെ മരണാസന്നനായ ആളുടെ മുമ്പിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? ഒരു മനുഷ്യൻ വഫാത്ത് മരണപ്പെടാൻ കിടക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത പരവേശമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസിൽ നിന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മരണാസന്നനായ മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മരണാസന്നനായ മനുഷ്യന് ദാഹിച്ച് പരവശനായി കിടക്കുന്നു. ഈ കാണുന്ന സമുദ്രത്തിലെ മുഴുവൻ ജലം കൊണ്ടുപോയി നിങ്ങൾ കൊടുത്താലും ശരി തന്നെ, ആ ജലം മുഴുവനും അയാൾ കുടിച്ചാലും അദ്ദേഹത്തിന്റെ ദാഹം തീരില്ല. അത്ര കണ്ട് ദാഹിക്കുന്ന ഒരു അവസ്ഥയാണ് മരണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ ദാഹിച്ചു കിടക്കുന്ന സന്ദർഭത്തില് പിശാച് എന്ത് ചെയ്യും? ഇബ്ലീസ് എന്ത് ചെയ്യും? അവന്റെ കയ്യിൽ ഒരു കൂജയുടെ ഉള്ളിൽ വെള്ളവുമായി വന്നിട്ട് അവൻ മരണാസന്നനായ മനുഷ്യനോട് പറയും, ഏ മനുഷ്യ, ഈ കാണുന്ന വെള്ളം ഞാൻ നിനക്ക് നിന്റെ ദാഹമകറ്റാൻ തരാം. പക്ഷേ നീ എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഞാനാണ് നിന്റെ റബ്ബെന്ന് നീ പറയുകയാണ് എങ്കിൽ നിനക്ക് ഈ കാണുന്ന കൂജയിലെ വെള്ളം ഒഴിച്ചു തന്ന് നിന്റെ ദാഹമകറ്റാമെന്ന് പറഞ്ഞു ആ മനുഷ്യന്റെ ഈമാനിനെ നശിപ്പിക്കുവാൻ പിശാച് ചുനിയുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരണാസന്നനായ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി. പിശാചിന്റേതായ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ മരണാസന്നനാകുമ്പോൾ പിശാച് എന്ത് ചെയ്യും? അവിടെ നേരിട്ട് ഹാജരാകും. നേരിട്ട് ആള് ഡയറക്റ്റ് ആയിട്ട് അവിടെ വരും. എന്നിട്ട് അയാളുടെ സൈന്യത്തെ മുഴുവനും വിളിച്ചുകൂടി ആ പിശാചിന്റെ സൈന്യത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും ഈ മനുഷ്യന്റെ ചുറ്റും നിന്നുകൊള്ളണം. എന്നിട്ട് ഇയാളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇയാളുടെ ഈമാനിനെ നിങ്ങൾ തെറ്റിക്കണം. ഈ മനുഷ്യന്റെ ഈമാനിനെ തെറ്റിച്ചുകൊണ്ട് ഇയാളെ നിങ്ങൾ പിടികൂടണം. എന്തുകൊണ്ടെന്നാൽ ഈ ദിവസത്തിൽ ഈ മനുഷ്യനെ നിങ്ങൾക്ക് വഴിതെറ്റിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇയാളെ വഴിതെറ്റിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മരണാസന്നനായ മനുഷ്യന്റെ മരണത്തിന്റെ മുമ്പിൽ നിങ്ങൾ അയാളുടെ ഏതെങ്കിലും രീതിയിൽ അയാളുടെ ഈമാനിനെ നിങ്ങൾ തെറ്റിക്കുക തന്നെ ചെയ്യണമെന്ന് പിശാച് അവന്റെ സൈന്യത്തോട് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത് എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാ. അവിടെ പ്രവാചകന്മാരെന്നോ പണ്ഡിതന്മാരെന്നോ സ്വഹാബത്തെന്നോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. എല്ലാവരുടെയും മുമ്പിൽ ഈ അവസ്ഥ തന്നെയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ ഹദീസുകൾ 10 ലക്ഷം ഹദീസുകൾ കാണാതെ പഠിച്ച മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. മഹാനവറുകൾ
വഫാത്താകുന്ന സമയമായപ്പോൾ, മരണാസന്നനായി കിടക്കുമ്പോൾ ഇതാ ശിഷ്യന്മാരും മക്കളും ഒരുമിച്ച് കൂടി കിടക്കുകയാണ്. ഈ സന്ദർഭത്തില് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മകനും അതാ വിദ്യാർത്ഥികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഇതാ ചൊല്ലിക്കൊടുക്കുകയാണ്. എന്നാൽ മഹാനവറുകൾ അത് ചൊല്ലുന്നില്ല. ലാ ബുഅദ ലാ ബുഅദ എന്ന് ആവർത്തിച്ച് അവിടെ നിന്നിതാ പറയുന്നു. മക്കളും അതുപോലെ തന്നെ ശിഷ്യന്മാരും വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി. ഇവിടെ എന്തു പറ്റി മഹാനവറുകൾക്ക്? ഇത്രയും വലിയ പണ്ഡിതൻ, അല്ലാഹുവേ, ഹബീബായ പ്രവാചകന്റെ 10 ലക്ഷം ഹദീസുകൾ കാണാതെ പഠിച്ച ഈ മഹാൻ എന്തു സംഭവിച്ചു? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോൾ ലാ ബുഅദ ലാ ബുഅദ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നല്ലോ. ഒരിക്കലും അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെ മാറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അകറ്റുന്ന സന്ദർഭമാണ് കാണുന്നത്. അവസാനം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം, മുഖമെല്ലാം ഒന്ന് തെളിഞ്ഞു. നല്ലൊരു അവസ്ഥയിലായപ്പോൾ പുന്നാര മകൻ ചെന്നുകൊണ്ട് ചോദിച്ചു, എന്റെ വാപ്പാ, എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ വിഷമിക്കുന്നത് കാണുന്നല്ലോ എന്ന് ആ മകൻ പിതാവിന്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ ആ മകനോട് പറഞ്ഞു, പൊന്നുമോനെ, ഞാൻ ലാ ബുഅദ എന്ന് പറഞ്ഞത് മാറിപ്പോകാൻ പറഞ്ഞത്, അകന്നു പോകാൻ പറഞ്ഞത് നിങ്ങളോടല്ല. മരണത്തിന്റെ മുമ്പിൽ എന്റെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ ഈ പിശാചന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ്, ഏ അഹ്മദ് ബിൻ ഹംബലെ, ഈ കാണുന്ന കൂജയിലെ വെള്ളം നിന്റെ വായിലേക്ക് ഞാൻ ഒഴിച്ചു തരാം. നീ ഇലാഹാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു പറഞ്ഞ് എന്റെ ഈമാൻ തെറ്റിക്കുവാൻ നോക്കിയപ്പോൾ ആ പിശാചിനോടാണ് ഞാൻ പറഞ്ഞത് അകന്നു പോകുവാൻ, മാറിപ്പോകാൻ എന്ന് പറഞ്ഞ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി വഫാത്തായി എങ്കിൽ 10 ലക്ഷം ഹദീസുകൾ കാണാതെ പഠിച്ചൊരു മഹാന്റെ അന്ത്യത്തിൽ പോലും പിശാച് വന്നുകൊണ്ട് ശല്യം ചെയ്തു എങ്കിൽ, ബഹുമാനമുള്ള എന്റെ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം പിശാചിന്റെ സാന്നിധ്യമുണ്ട്. അവൻ നമ്മളെ വഴിതെറ്റിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് പിശാചിനെ മാറ്റി നിർത്തി ജീവിക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ വഴിതെറ്റിക്കുവാനുള്ള ശക്തിയും അതിനുള്ള അവസരവും ഇതാ അല്ലാഹുവിനോട് പിശാച് ആദ്യം തന്നെ ചോദിച്ചു വാങ്ങിയവനാണ്. ആദ്യം തന്നെ അവൻ ചോദിച്ചു വാങ്ങിയതാണ്. അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചു, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇന്ന ആദമ ലമ്മാ അഹ്ബത ദുനിയ, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ആദം നബിയെ പുറത്താക്കി ദുനിയാവിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, തമ്പുരാനെ, എന്റെയും നിന്റെയും ശത്രുവായ ഒരാളുണ്ട് പിശാച്, അവനിൽ നിന്ന് രക്ഷപ്പെടണം. അവൻ കാരണമാണ് എനിക്ക് സ്വർഗം നഷ്ടമായത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ എനിക്ക് നീ അത് തരണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞത്, ആദമേ, നിനക്ക് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിനോടൊപ്പം ഞാൻ ഇതാ ഒരു മലക്കിനെയും സൃഷ്ടിച്ചിതാ തരുന്നതാണ്. അപ്പോഴും അല്ലാഹു തആല പറഞ്ഞു, പോരാ. അല്ലാഹുവിനോട് ആദം നബി ആവശ്യപ്പെട്ടു, റബ്ബേ, എനിക്കൊരു മലക്കിനെ തന്നതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാ, അതുകൊണ്ട് വേണം നീ എനിക്കിനിയും തരണമെന്ന് അല്ലാഹുവിനോട് ഇതാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ഇതാ ആദം നബി അലൈഹിസ്സലാമയോട് പറയുന്നു, ആദമേ, നിന്റെ സന്താനങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ എന്നോട് അവർ പശ്ചാത്തപിക്കുകയാണ് എങ്കിൽ അവരുടെ പാപം ഞാൻ പുറത്തു കൊടുക്കാം. ആദമേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഏ അല്ലാഹ്, അതുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടില്ല എന്ന് അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാമയോട് അല്ലാഹു തആല പറയുകയാണ്, അവസാനമായി ആദമേ, ഞാൻ നിനക്ക് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹം എന്താണ്? അതാ തൗബയുടെ വാതിൽ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരും. നിന്റെ സന്തതികളുടെ ശരീരത്തിലെ ആത്മാവ് അവശേഷിക്കുന്നിടത്തോളം കാലം, അതായത് ആദം സന്തതിയിൽ ആരെങ്കിലും അവന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്നത് വരെയും എന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുകയാണെങ്കിൽ, പാപമോചനം തേടുകയാണെങ്കിൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ് ആദമേ. ഇങ്ങനെ ഈ 3 അനുഗ്രഹങ്ങൾ ആദം നബി അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്.
ഒന്നാമതായി ഒരു സന്താനം ജനിക്കുമ്പോൾ അള്ളാഹു അതിനോടൊപ്പം ഒരു കുഞ്ഞിനെ കൂടി, ഒരു മലക്കിനെ കൂടി സൃഷ്ടിച്ചു നൽകുന്നു. രണ്ടാമത്, ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കാമെന്ന് ഏൽക്കുന്നു. മൂന്നാമതായി, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴെങ്കിലും ജീവൻ പിരിഞ്ഞു പോകാവുന്ന സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയും ഒരു മനുഷ്യൻ അല്ലാഹുവോട് ചോദിച്ചാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതറിഞ്ഞപ്പോൾ പിശാചും അടുത്ത് എന്ന്, പടച്ചോനെ, കാര്യം ഇങ്ങനൊന്നും പറ്റില്ല, അത് നിന്റെ സിട്ടിയ ആദം, ഓക്കെ ശരി തന്നെ, പക്ഷേ എനിക്കും തന്നേ മതിയാകുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, ഒരു മനുഷ്യന്റെ സന്താനം ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ഞാൻ അതിനോടൊപ്പം ഒരു പിശാചിനെയും ഇതാ സൃഷ്ടിച്ചു നൽകാം. ഇബ്ലീസ് പറഞ്ഞു, പോരാ റബ്ബേ, പോരാ, അതുകൊണ്ടൊന്നും ഞാൻ അടങ്ങിയിരിക്കില്ല. വീണ്ടും അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല ഇബ്ലീസിന് നൽകിയ അനുഗ്രഹമാണ് എന്താണ് സഹോദരങ്ങളെ? തജ്രീ മിൻഹുമാ മജ്റദ്ദമ. മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ ആ രക്തസഞ്ചാരം ചെല്ലുന്ന സ്ഥലത്തെല്ലാം പ്രവേശിച്ചു ചെല്ലുവാനുള്ള അനുമതി അല്ലാഹു തആല പിശാചിന് നൽകുകയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പിശാചിന് കടന്നു ചെല്ലാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് പിശാചിന്റെ വാസസ്ഥലം. മനുഷ്യന്റെ ബ്ലഡ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ നടത്തുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പിശാചും അവിടേക്ക് കടന്നു ചെല്ലുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. വീണ്ടും പിശാച് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു, തമ്പുരാനെ, അതുകൊണ്ടും ഞാൻ മതിയാക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, പിശാചിത ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഖിയാമത്ത് നാൾ വരെയും ഈ ലോകത്തിന്റെ അവസാനം വരെയും നിന്റെ ആയുസ്സിനെ ഞാൻ നിനക്ക് നീട്ടിയിട്ട് തന്നുകൊള്ളാമെന്ന് ഇബ്ലീസിനോട് അല്ലാഹു അറിയിക്കുകയാണ്. അപ്പോഴാണ് ഇബ്ലീസിന് മതിയായത്. ഇബ്ലീസ് 3 കാര്യം വാങ്ങി. ഒന്ന്, പിശാചിന്റെ ഒരു സന്താനം. രണ്ടാമതായി, മനുഷ്യന്റെ ശരീരത്തിലെ രക്തമോടുന്ന സ്ഥലം മുഴുവനും അവന് കടന്നു ചെല്ലാനുള്ള ഇത് ഖിയാമത്ത് നാൾ വരെയുമുള്ള അവന്റേതായ ആ ജീവന്റെ നിലനിൽപ്പിന്, അവന്റെ ജീവൻ നിലനിൽക്കാൻ, ആയുസ് നിലനിൽക്കാനുള്ള ആ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് സഹോദര ഈ ലോകത്തേക്ക് പിശാചും കടന്നു വന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അവന് ബാങ്കും ഇഖാമത്തും നിങ്ങൾ നൽകണം. അത് നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം പിശാചിന്റെ സാന്നിധ്യം ആ കുഞ്ഞിന്റെ അടുക്കൽ നിങ്ങൾ മാറ്റിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിശാചിന്റെ കുതന്ത്രം എന്ന് പറയുന്നത് അത് ചെറുതല്ല, ആരും നിസ്സാരമായി കാണേണ്ട. പിശാചിന്റെ കുതന്ത്രങ്ങൾ ആരും നിസ്സാരമായി കാണേണ്ട, അത് വലുതാണ് സഹോദരങ്ങളെ. അവന്റെ കുതന്ത്രങ്ങളിൽ വീഴാത്തവരാരുമില്ല, അവന്റെ ചതിയിൽ പെടാത്തവരാരുമില്ല, അവൻ നശിപ്പിക്കാത്തവരാരുമില്ല. അവൻ എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ടുള്ളവനാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാ തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്വരയില് ഇതാ തൂഫാൻ എന്ന ജലപ്രളയം ഉണ്ടാകുന്ന സന്ദർഭത്തില് ഇതാ കപ്പൽ നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ച മുഴുവൻ ആളുകളെയും അതിന്റെ ഉള്ളിൽ കയറ്റി ഇതാ യാത്ര ചെയ്തു പോകാൻ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഒരു വയസ്സൻ, ഒരു വൃദ്ധനായ ഒരാൾ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്ന കണ്ടു. നൂഹ് നബി അലൈഹി സ്വലാത്ത് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ പിശാചാണ്, ഇബ്ലീസാണ്. നീ എന്തിനാണ് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്? നീ ഇതിന്റെ പുറത്തു പോകണം. നീ ഇബ്ലീസാണ്, ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം കടന്നു വന്ന് ഈ ഇനിയുള്ളവരെ നശിപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ നിന്ന് ഇബ്ലീസിനെ ആട്ടി പുറത്തിറക്കിയാണ്. ആ സന്ദർഭത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇബ്ലീസ് എന്ന ശപിക്കപ്പെട്ടവൻ നൂഹ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, നൂഹ് നബിയേ, എന്നെ ഞങ്ങൾക്ക് ഈ കാണുന്ന കപ്പലിൽ നിന്ന് പുറത്താക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്നെ നിങ്ങൾക്ക് എടുത്തു കളയാൻ കഴിയില്ല. എന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉള്ളിലാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കിയാലും ഫതകൂനു ഖുലൂബഹും മഈ,
ഈ കപ്പലിന്റെ ഉള്ളിലിരിക്കുന്ന മുഴുവൻ മനുഷ്യന്റെ ഹൃദയവും എന്റെ കയ്യിലാണ് നൂഹ് നബിയെ. അവരുടെ ശരീരം ആത്മാവ് മാത്രമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് യാ നൂഹ് നബിയെ, എന്നെ രക്ഷപ്പെടുത്താതെ എന്നെ ഇവിടുന്ന് പുറത്താക്കി എന്നത് കാരണത്താൽ മനുഷ്യനെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയില്ല. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമയോട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം നൂഹ് നബിയെ. 5 കാര്യങ്ങളുണ്ട്, അതിൽ 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2 കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞു തരില്ല നൂഹ് നബിയെ. നൂഹ് നബി അലൈഹിസ്സലാം പിശാചിനെ കടന്നു പിടിച്ചു. എടാ ധിക്കാരി, നീ ആ 3 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ പറയില്ല എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ നീ പറഞ്ഞിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു പിശാചിനെ കടന്നു പിടിച്ചു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പിടുത്തത്തിന്റെ മുമ്പിൽ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖാല ബുമാ അഹ്ലികുൻ നാസ അൽ ഹസദാ. നൂഹ് നബിയെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമുഖത്തുള്ള മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് ഒന്നാമത് അസൂയ കൊണ്ടിട്ടാണ്. അൽ ഹസദ്, അസൂയ കൊണ്ടിട്ടാണ് മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത്. അതിന്റെ വിനോദമാണ്. എന്നിട്ട് പറഞ്ഞു, നൂഹ് നബിയെ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാമത്തത് വൽ ഹിർസ്, അത്യാഗ്രഹമാണ്. ഈ 2 കാര്യം കൊണ്ടാണ് മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത്. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമയോട് പറയാണ്, നൂഹ് നബിയെ, ഞാൻ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും വിദൂരത്താക്കുകയും എന്നേക്കുമായി ശപിക്കപ്പെട്ടവനായി അല്ലാഹു എന്നെ പുറന്തള്ളിയത് അസൂയ എനിക്കുള്ളത് കൊണ്ടിട്ടായിരുന്നു. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ റബ്ബനോട് കൽപ്പിച്ചപ്പോൾ ഞാൻ അസൂയ മൂത്തിട്ടത് ഞാൻ ചെയ്തില്ല കേട്ടോ. ആ അസൂയ കാരണമാണ് ഞാൻ നശിച്ചത്. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കുത്തിവെക്കുന്ന ആദ്യത്തെ വിഷം അത് ഹസദാണ്, അസൂയാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നൂഹ് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ജനങ്ങളിൽ നിന്ന് എന്റെ കാര്യങ്ങൾ ഞാൻ നടത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജനങ്ങളുടെ മനസ്സിനെ ഞാൻ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജനങ്ങളെ എന്റെ വഴിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാമോ നൂഹ് നബിയെ? അതൽ ഹിർസു, അത്യാഗ്രഹം കൊണ്ടാണ്. അത്യാഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ അപ്രകാരം ചെയ്യുന്നത്. ബഹുമാനമുള്ളവരെ, നൂഹ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആദം എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാഹു തആല സ്വർഗ്ഗമാകുന്ന അനുഗ്രഹം നൽകി. ആ അനുഗ്രഹം നശിച്ചു കാണണം. അവരുടെ മുമ്പിൽ എന്റെ കാര്യം സാധിക്കണം. എനിക്ക് അവരെ സ്വാധീനിക്കണം. ഞാൻ ചെയ്ത വഴി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതാ ആദമിന്റെ മനസ്സിലേക്ക് അത്യാഗ്രഹം ഇതായിട്ട് കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്യാഗ്രഹം അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അത് പഠിപ്പിക്കുകയും അതിലൂടെ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് എന്റെ കാര്യം ഞാൻ സാധിച്ചെടുത്തു എന്ന്. ഈ 2 രോഗമാണ്. 1 ഹസദ്, അസൂയ, 2 ഹിർസ്, അത്യാഗ്രഹം. ഈ 2 കാര്യമാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നൂഹ് നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അത്യാഗ്രഹം അത് വലിയ തെറ്റാണ്. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാ. നമ്മൾ എല്ലാവരും അത്യാഗ്രഹികളാകുന്നു, അള്ളാഹുവിനെ മറക്കുന്നു. അത്യാഗ്രഹികളായി അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മറന്നുകൊണ്ട് പിശാചിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നാം മാറുന്നു. നമ്മൾക്ക് എല്ലാവരോടും അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കേണ്ടതിന് പകരം നമ്മളുടെ മനസ്സിനെ നാം അസ്വസ്ഥമാക്കുന്നു. അതിനാണ് ഇസ്ലാം അസൂയ എന്ന് പറയുന്നത്. നിന്റെ സഹോദരന് ഒരു നന്മയുണ്ടായാൽ നാം അതോർത്ത് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്കിവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ തൊട്ടടുത്ത് ഒരു മുസ്ലിമായ സഹോദരൻ ഒരു സ്ഥാപനം കൂടെ തുടങ്ങുക. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ്, സന്തോഷിക്കണം. എന്റെ സഹോദരൻ നന്മയാണ് ആഗ്രഹിക്കേണ്ടത്, അവിടെ സന്തോഷിക്കണം. അല്ലാതെ ആ മനുഷ്യനുണ്ടാകുന്ന അനുഗ്രഹത്തിന്റെ പേരില് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. എനിക്ക് കച്ചവടം നടക്കുമോ? എന്റെ കച്ചവടം പൊളിയുമോ? എനിക്ക് കിട്ടേണ്ട ലാഭങ്ങൾ നഷ്ടപ്പെടുമല്ലോ? എന്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഓടും ഓരോരെങ്കിലും മുമ്പില് അവൻ നശിക്കണം, അവന്റെ കച്ചവടം നശിക്കണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നവർ നമ്മൾ അസ്വസ്ഥരാകുന്നു. ഒരിക്കലും പാടില്ല.
ഈ അസൂയയും അത്യാഗ്രഹവും ബഹുമാനമുള്ള സഹോദരങ്ങളെ അത് പിശാചിന്റേതായ സ്വഭാവമാണ് എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിയോട് പിശാച് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്താണ് നമ്മളോട് പറഞ്ഞത്? ഇബ്ലീസിന്റേതായ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ലോകത്ത് മനുഷ്യൻ നശിക്കുവാനുള്ള ഏറ്റവും വലിയൊരു കാരണം അസൂയയാണ്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ തന്നെ പറഞ്ഞു, അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറൽ ഖതബാ. തീ വിറകിനെ തിന്നുപോലെ, തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ മുഴുവൻ നന്മകളെയും ഇതാ അസൂയ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മുഴുവൻ നന്മകളെയും നശിപ്പിക്കുവാൻ അവരിലുള്ള ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണ് അസൂയ. അത് മതിയാകുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അസൂയ അത് പിശാചിന്റെ സ്വഭാവമാണ്. അത്യാഗ്രഹം അത് പിശാചിന്റെ സ്വഭാവമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഇബ്ലീസ് അവിടെ വരികയുണ്ടായി. ഇബ്ലീസ് കടന്നു വരികയാണ്. ഇബ്ലീസിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മനുഷ്യന്റെ ഏതു പ്രവൃത്തിയിലാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മനുഷ്യനെ നീ സ്വാധീനിക്കുന്നത്, നീ അവരെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിനോട് ചോദിക്കുക. ഇബ്ലീസ് എന്താണ് പറഞ്ഞത് മറുപടി? മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് ആദ്യമായി അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത മുഴുവൻ അമലുകളെയും ഞാൻ വലുതാക്കി കാണിക്കും. അവൻ ചെയ്ത നന്മകളെ മുഴുവനും ഞാൻ വലുതായി കാണിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ഹജ്ജിന് പോയിട്ട് വന്നു. ഹാജിയാക്കന്മാർക്കൊക്കെ ഒരു തോന്നുന്നുണ്ട്, ഈ ഹജ്ജ് കഴിഞ്ഞ് വന്ന പിന്നെ എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും കാണിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഹജ്ജ് ചെയ്തു വന്നാൽ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ്. ഇബ്ലീസ് പറയടെ, നീ ഹാജിയാരല്ലേ, നീ എന്ത് പേടിക്കണം? ഈ അടുത്ത് ചാലയിൽ ഒരു ഹാജിയാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു. ആള് ഭയങ്കര രസികനാണ്. പുള്ളിക്കാരൻ നമ്മളോട് പറയണം, ഉസ്താദേ അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? ഞാൻ ഹജ്ജ് ചെയ്തതാ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ എന്ത് കള്ളക്കച്ചവടം എനിക്ക് നടത്താം. കാരണം ആര് വന്ന് എന്നോട് ചോദിച്ചാൽ അദ്ദേഹം ഹാജിയാരല്ലേ, എന്നെ ചതിക്കില്ല. എന്നെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ഹജ്ജിന്റെ പേര് പറഞ്ഞ്, ഹാജിയാർ എന്ന പേര് പറഞ്ഞ് എന്തും കള്ളക്കച്ചവടം നടത്താം, എന്ത് തരികിടയും കാണും. കാരണം ജനങ്ങൾ പറയുമ്പോ അത് ഹാജിയാരല്ലേ, കുഴപ്പമില്ല എന്നാണ്. ഇതെന്താണ്? പിശാച് നമ്മുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് തരികയാണ്. അതാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുമായി വന്നു നിൽക്കുന്ന ദിവസത്തില് ആ മനുഷ്യൻ എന്താണോ ചെയ്തത് അത് മാത്രമാണ് അവന്റെ മുമ്പിലുള്ളത്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം. ഔദാര്യവാനായ നിന്റെ നാഥിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യം എന്താണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്താണ്? പിശാചിന്റെ സ്വഭാവമാണ്. 4-5 നേരം നമസ്കരിക്കും, അത്യാവശ്യം എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പിശാച് കടന്നിട്ട് വന്ന് പറയും, സഹോദരാ, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ പുണ്യമുള്ളതാണ്, ഇതുകൊണ്ട് തന്നെ നീ രക്ഷപ്പെടും, അത്യാവശ്യം നന്മയുള്ളവരാണ്, അതുകൊണ്ട് നീ ഒന്നും ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ ചെറിയ ഏതെങ്കിലും നന്മകളെ വലുതാക്കി കാണിച്ചുകൊണ്ട് നിന്നെ അവൻ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടാമതായ, നീ ജനങ്ങളെ സ്വാധീനിക്കുന്ന എങ്ങനെയാണ്? അവര് ചെയ്യുന്ന പാപമൊക്കെ ഞാനങ്ങ് മറപ്പിച്ചു കളയും. എന്ത് തെറ്റ് ചെയ്താലും ഞാനതങ്ങ് മറപ്പിച്ചു കളയും. മനുഷ്യൻ അങ്ങനെ നശിക്കുകയാണ്, മനുഷ്യൻ അങ്ങനെ നശിക്കും, ഞാൻ അങ്ങനെയാണ് അവരെ നശിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിയോട് ഇബ്ലീസ് സംസാരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഉജ്ബ് എന്ന് പറയുന്ന ഉൾനാട്യം. ജനങ്ങളുടെ മുമ്പിൽ തനിക്കില്ലാത്ത സ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് മഹിമ നടിക്കുക.
അത് പിശാചിന്റെ ഏറ്റവും വലിയ ദുർസ്വഭാവമാണ്. അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ ഉജ്ബ്, ഉൾനാട്യം അത് നമ്മൾക്ക് ഒരിക്കലും പാടില്ല. മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ അത് അങ്ങനെ തന്നെ കാണണം. ആ സേവനങ്ങളെ പൊക്കി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഹന്തത നടക്കുക എന്നത് പിശാചിന്റെ സ്വഭാവമാണ്. ചിലര് എന്ന് പറയാറുണ്ട്, അൽഹംദുലില്ലാഹ്, നമ്മൾ ആരാണെന്നറിയോ? ഈ പള്ളി ഞാൻ പ്രസിഡന്റ് ആയിരുന്നിട്ട് പണിതതാ, എന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഈ കാണുന്ന പള്ളി മൊത്തം പണിത്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് ഞാനാണ്. ഇങ്ങനെ അഹന്തത, ഉൾനാട്യം പറയാറുണ്ട്, പിശാചിന്റെ സ്വഭാവമാ. ചില സംഘടനകള്, പാർട്ടിക്കാര്, അവര് പറയാറുണ്ടല്ലോ, പാർട്ടിക്കാരുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, എല്ലാരും വന്നിട്ട് തന്നെ പറഞ്ഞേ, നമ്മൾ ഇരുന്നപ്പോഴാണ് ഇന്ത്യയില്, കേരളത്തിൽ 2 രൂപയ്ക്ക് അരി കൊടുത്തതും 1350 രൂപയ്ക്ക് ഗ്യാസ് കൊടുത്തതും. പറയുന്നത് അങ്ങനല്ലേ? ഓരോ ഇലക്ഷൻ അങ്ങനല്ലേ പറഞ്ഞത്? 2 രൂപയ്ക്ക് അരി ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ആ അരി വേവിക്കണമെങ്കിൽ ഇപ്പൊ എന്ത് വേണം? 1320 രൂപ കൊടുത്ത് ഗ്യാസ് മേടിക്കണം. അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ അവസ്ഥ. ഇതുപോലെ ഓരോ സംഘടനകളും മറ്റുള്ളവന്റെ കുറ്റം പറയും, മറ്റുള്ളവന്റെ കാര്യങ്ങൾ പറയും. എന്നിട്ട് അവരവര് ചെയ്തതായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയുന്നവരുണ്ട്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴാണ് ഈ റോഡിന് ടാറിട്ടത്, ഞാൻ ഈ വഴിയൊരുക്കി കൊടുത്തവൻ ഞാനാണ്, പള്ളിക്ക് വഞ്ചി പണിത് എന്റെ കഴിവ് കൊണ്ടാണ്, പള്ളിക്ക് മിരാരം പൊങ്ങിയത് എന്റെ സമ്പത്ത് കൊണ്ടാണ്, ഞാനിരുന്നപ്പോഴാണ് ഇന്ന കാര്യം കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് അഹന്തത നടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് പിശാചിന്റെ സ്വഭാവമാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് പൊങ്ങച്ചം, ഉൾനാട്യം, ഉജ്ബ് ഇട്ടുകൊടുത്തുകൊണ്ട് അവനെ ഇതാ നശിപ്പിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏ മനുഷ്യ, നീ എന്തിന്റെ പേരിലാണ് അഹന്തത നടിക്കുന്നത്? നീ പൊങ്ങച്ചം പറയുന്നതിന്റെ പേരിലാണ്. നിന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചത് വെറും നീചമായ, നികൃഷ്ടമായ ഒരു തുള്ളി ബീജത്തിൽ നിന്നല്ലേ? നീ ഇതാ മരിച്ചു വീണ് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് നിന്റേതായ ശരീരം പുഴുക്കളരിച്ചു മാറുകയല്ലേ, അത് പുഴുത്തു നാറുകയല്ലേ ചെയ്യുന്നത്? പിന്നീട് ഈ ഭൂമുഖത്ത് നീ ജീവിക്കുന്ന കാലം അത്രയും നീ മലം ചുമക്കുന്ന, വേസ്റ്റുകൾ ചുമക്കുന്ന ഒരു പാത്രം മാത്രമല്ലേടാ, പിന്നെ എന്തിനാണ് ഈ ഭൂമുഖത്ത് നീ ഇപ്രകാരം അഹങ്കരിക്കുന്നത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. അഹങ്കരിച്ചു നടക്കുന്നത് ഉൾനാട്യം. നമ്മളാണ് പറയുന്നത് ഞാൻ എല്ലാമാണ്, ഞാൻ പവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യ, അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ? ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് കാര്യം പേര് പറഞ്ഞു, നിങ്ങളാരും അദ്ദേഹത്തെ അങ്ങനെ ധരിക്കണ്ട. ഞാൻ ആ മനുഷ്യനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ജമാഅത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു പോകുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. കാരണം ഒരു ഉദാഹരണം പറയണമെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് കാരണം കഴിഞ്ഞ 12 വർഷക്കാലമായി നിരന്തരമായി ഈ വിനീതൻ ഈ സദസ്സിലെത്തുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചവരാണ് ഈ ജമാഅത്തിന്റെ കമ്മിറ്റി. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പേര് പറയുന്നതാണ്. വളരെ അഭേദ്യമായ ഒരു ബന്ധം അള്ളാഹു ഖിയാമത്ത് നാൾ വരെയും മരണം അതിനുശേഷവും നാളെ സ്വർഗത്തിലും അള്ളാഹു തആല ആ ബന്ധം നിലനിർത്തി തരുമാറാട്ടെ. അത് ഈ ജമാഅത്ത്, ഈ കാണുന്ന അഞ്ചുവനം ജമാഅത്തുമായിട്ടുള്ളൊരു ബന്ധമാ സഹോദരങ്ങളെ. അതുകൊണ്ട് ഉൾനാട്യം നമുക്ക് പാടില്ല. ഇത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. എന്താണ് നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയെ ചതിക്കാൻ നോക്കിയവനാണ് ഇബ്ലീസ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ മുമ്പിലേക്ക് കടന്നിട്ട് പറഞ്ഞു, ഈസാ നബിയെ, നിങ്ങൾ ആരാണ്? വലിയ പുള്ളിയാണല്ലോ, നിങ്ങളെപ്പോലെ വലിയൊരാളില്ല. കാരണം നിങ്ങളെ അല്ലാഹു തആല അവന്റെ റൂഹിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല, അങ്ങ് പ്രസവിച്ച് തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ സംസാരിച്ച ആളാണ്. അതുകൊണ്ട് ഈസാ നബിയെ അങ്ങ് ഏറ്റവും ഉന്നതനാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഇലാഹാണെന്ന് വാദിക്കുവാൻ, അള്ളയാണെന്ന് വാദിക്കുവാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് ഈസാ നബിയെ അങ്ങേക്കാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചെന്നുകൊണ്ട് ഈസാ നബിയോട് പറയുകയാണ്. മഹാനായ ഈസാ നബിക്ക് മനസ്സിലാക്കി ഇവൻ എന്നെ ചതിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്ലീസേ, എനിക്ക് അല്ലാഹു തആല അവന്റെ റൂഹിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചത് അവന്റെ ഉദ്ദേശപ്രകാരമാണ്. ഞാൻ തൊട്ടിൽ കിടന്നുകൊണ്ട് ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ
വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഇതാ മറിയമിന്റെ പുത്രനിതാ വ്യഭിചാര ജാരസന്തതിയാണെന്ന് പറഞ്ഞു ജൂതന്മാരെ കടന്നു വന്നപ്പോ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിതാ സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാ, നിങ്ങൾ പറഞ്ഞ ജാരസന്തതിയല്ല ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്. ആതാനിയൽ കിതാബ, ഒരു ഗ്രന്ഥവുമായിട്ടാണ് എന്നെ നിങ്ങളിലേക്ക് അയച്ചത്, ഇൻജീൽ എന്ന് പറയുന്ന ഗ്രന്ഥമായിട്ട്. മാത്രമല്ല വജഅലനി നബിയാ, നിങ്ങളുടെ മേൽ അയക്കപ്പെട്ട ദൂതരാണ്, പ്രവാചകനാണ് എന്ന് ഞാൻ സംസാരിച്ചതും അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടാണ്. അതുകൊണ്ട് അതൊന്നും എന്റെ കഴിവല്ല, അതൊന്നും എന്നെ രക്ഷപ്പെടുത്തുവാനുള്ള കാരണങ്ങളല്ല. അതുകൊണ്ട് എന്റെ ഉള്ളിലേക്ക് ഞാൻ വലിയവനാണെന്ന തോന്നൽ തന്നുകൊണ്ട് എന്നെ നശിപ്പിക്കുവാൻ നിനക്ക് കഴിയില്ല എന്ന് ഇബ്ലീസിനോട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇബ്ലീസ് ഇതാ പ്ലേറ്റ് മാറ്റി, തന്ത്രം മാറ്റി വീണ്ടും പറയുകയാണ്. വല്ലാഹി ഇന്നക ലാ ഇലാഹ ഫിസ് സമാ വഇലാഹും ഫിൽ അർദ്. ഈസാ നബിയേ, അല്ലാഹുവിന്റെ ആത്മാവിൽ നിന്റെ അംശമല്ലേ അവിടുന്ന്? അല്ലാഹു ആകാശത്തിന്റെ റബ്ബല്ലേ? ദുനിയാവിന്റെ റബ്ബ്, ഭൂമിയിൽ ഒരു റബ്ബുണ്ടെങ്കിൽ അത് നീയാണെന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ് ഈസാ നബിയോട്. നീ അങ്ങനെ പറയ്, ഭൂമിയുടെ റബ്ബ് ഞാനാണ്, ആകാശത്തിലുള്ളവൻ അതിന്റെ റബ്ബാണ് എന്ന് നീ വാദിക്ക്, എങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് ഈസാ നബി അലൈഹിസ്സലാമയെ ശ്രദ്ധിക്കുവാൻ ഇബ്ലീസ് ആഗ്രഹിച്ചപ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഇതാ അവിടത്തേക്ക് ഇറങ്ങി വരികയും പിശാചിന്റെ കർണത്ത് നോക്കി ഒരടി കൊടുക്കുകയും അവരെ എടുത്തിതാ വലിച്ചെറിയുകയും ചെയ്യുകയാണ്. സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് ആ ഭാഗത്ത് ചെന്ന് വീണ് ഇബ്ലീസ് കരിഞ്ഞു മാറുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലോകത്തിന് വന്നൊരു പ്രവാചകന്റെ മുമ്പിൽ ചെന്നിട്ട് ആ പ്രവാചകന്റെ കാര്യം ഒന്ന് പൊക്കി വെച്ചു കൊടുക്കുക. ചില നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഒരു കാര്യമുണ്ട്, എന്താണ് 10 പൈസ ഉള്ള വീട്ടിലെ ചെറുക്കടെ നീയാണ് നമ്മുടെ നേതാവ്, നീ തന്നെയല്ല എന്ന് പറഞ്ഞൊന്ന് പെതുക്കെ പൊക്കി വെച്ചു കൊടുക്കും. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എല്ലാ ബില്ലും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യത്തിന്റെ കാര്യം അവനെ കൊണ്ട് ചെയ്യും. ഏത് കാര്യത്തിനും ഒന്ന് പൊക്കി വെച്ച്, നീ അത് നമ്മുടെ ഇവിടുത്തെ മെമ്പറാ, ഒന്ന് ചുമ്മാ പൊക്കി വെച്ചു കൊടുത്താൽ മതി, നമ്മുടെ കാര്യം ഓക്കെ എന്ന് പറയാറുള്ളത് പോലെ ഇബ്ലീസ് ഈസാ നബിയെ ചതിക്കാൻ നോക്കിയായിരുന്നു. എങ്ങനെ? നീ അള്ളാന്റെ റൂഹിൽ നിന്നുള്ളതല്ലേ, ഒന്ന് പൊക്കി വെച്ചു കൊടുത്തു, നശിക്കുന്നെങ്കിൽ നശിച്ചിട്ടുള്ളട്ടെ. ഇബ്ലീസ് ആരാ മോൻ? സഹോദരാ, ദാ വരുന്നു നമ്മുടെ വിഷയം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ആരെയും പൊക്കി പറയാൻ പാടില്ല, ആരുടെയും മഹത്വം നിങ്ങൾ പറയാൻ പാടില്ല. ഇന്ന് നമുക്കറിയാം, പലരുമുണ്ട് സ്വന്തം കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മുഖസ്തുതി പറയുന്ന ഒരുപാട് പേരുണ്ട്. എവിടെയെങ്കിലും ചെന്ന് തന്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു MLA-യുടെ മുമ്പിലാകട്ടെ, മന്ത്രിയുടെ മുമ്പിലാകട്ടെ, മറ്റുള്ളവരുടെ മുമ്പിലാകട്ടെ ചെന്നിട്ട് തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറഞ്ഞു പൊക്കി അങ്ങ് ആകാശഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഇദാ റഅയ്തുമുൽ മദാഹീന ഫഹ്ശു ഫീ വുജൂഹിഹിം തുറാബ്. മുഖസ്തുതി പറയുന്നവരെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അവന്റെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരി എറിയണമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി ഹബീബായ പ്രവാചകൻ പറഞ്ഞു തരികയാ. മുഖസ്തുതി പറയുന്നവരെ കണ്ടാൽ നിങ്ങൾ അവന്റെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അള്ളയും അവന്റെ പ്രവാചകനും ശപിച്ചവനാടാ നീ എന്ന് പറയണമെന്ന് ഹബീബായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുഖസ്തുതി പറയല് പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സഹോദരാ, നീ പിശാചിന്റെ അടിമയായി പോകാൻ പാടില്ല. ഒരിക്കലും നീ പിശാചിന് അടിമപ്പെട്ടു പോകാൻ പാടില്ല. നീ അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ജാഗ്രത പുലർത്തണമെന്ന് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ പിശാചിന്റെ ഒരു സ്വഭാവമാണ്, മറക്കേണ്ട കാര്യങ്ങളെ അവൻ എന്ത് ചെയ്യും? ഓർമ്മിപ്പിച്ചു തരും. ഓർക്കേണ്ട കാര്യങ്ങളെ മറപ്പിച്ചു കളയും. മറക്കേണ്ട കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു തരും, ഓർക്കേണ്ട കാര്യങ്ങളെ മറപ്പിച്ചു കളയും. ആനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഒരു മനുഷ്യൻ ഓർക്കേണ്ട രണ്ട് കാര്യമാണ് അള്ളാഹുവും മരണവും. പിശാച് ഇത് രണ്ടും മറപ്പിച്ച് കളയും. സത്യമല്ലേ? മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല, മരണത്തെ കുറിച്ച് നമ്മൾ ആരും ഓർക്കാറില്ല. ഇന്നലെ ഇവിടെ നിന്ന് വാളു കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകുമ്പോൾ ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ ഇവിടെ വരുന്നതിന് മുമ്പ് ജോലി ചെയ്ത ജമാഅത്തില് ഞാൻ എന്റെ സഹോദരന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഉസ്താദേ, ഞാൻ രാവിലെ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വണ്ടിയും എടുത്തുകൊണ്ട് ഡ്രൈവറായി പോയവനാണ്. ഞാനിതാ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി പോയതാണ്. ആ വീട്ടിലുള്ള പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എല്ലാവരുമായി ഇതാ സുബഹി കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു പോയി. എവിടെയാണ്? എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയ ഞങ്ങൾ ഇതാ അവിടെയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയുള്ള ഡ്രസ്സുകളും കേക്കും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങിവെച്ച് സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ ബന്ധുക്കളെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അങ്ങനെ 1 വയസ്സ് തികഞ്ഞ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പോകുമ്പോൾ ഇതാ ഞങ്ങൾ എറണാകുളത്തിന്റെ അടുത്ത അരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ 1 വയസ്സുള്ള കുഞ്ഞിനിതാ വല്ലാത്ത ചൂടുണ്ടാകുന്നു. കുഞ്ഞ് പെട്ടെന്ന് ഇതാ ഛർദിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഇതാ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി ഇതാ അഡ്മിറ്റ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് ഇതാ വിട പറഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. ആ കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് ഇതാ അവിടെ നിന്ന് ആംബുലൻസ് വരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ആ 1 വയസ്സുള്ള കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ വാഹനത്തിന്റെ ഡ്രൈവർ കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന സംഭവമാണ് കാണുന്നത്. എന്നാൽ ആ പ്രവാചകനായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, നീ നിന്റെ റബ്ബിനെ കുറിച്ച് എപ്പോഴും നീ ഒന്ന് ഓർക്കണേ. ആ അല്ലാഹനെ ഓർക്കുന്നതിനോടൊപ്പം മരണത്തെ കുറിച്ചും നീ ഓർക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും മറന്നു പോകുന്ന മുസ്ലിമേ, നമ്മൾ പിശാചിന്റെ അടിമകളായി മാറുകയാണ്. വീണ്ടും അവിടെ നിന്ന് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നീ ഒരാൾക്കൊരു നന്മ ചെയ്താൽ അത് നീ അപ്പോഴും മറന്നു കളയണം. ഒരാൾക്കൊരു നന്മ ചെയ്താൽ അത് അപ്പോഴേ മറന്നു കളയണം. നീ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നീ അത് ഓർക്കണം. എന്നിട്ട് നീ പശ്ചാത്തപിക്കണം എന്നാ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവൻ നമ്മുടെ ശത്രുവായിരിക്കും. എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, നീ ഓർത്തിട്ടുണ്ടോ? നീ നന്ദിയുള്ളവനാണോ? അന്ന് നിനക്ക് ഇന്ന പ്രശ്നം വന്നപ്പോ ഞാനില്ലേ ഉള്ളായിരുന്നു, ഇന്ന് എല്ലാരും നിനക്കെതിരായിരുന്നു, ഞാനില്ലായിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ചെയ്ത നന്മ നമ്മൾ എടുത്തു പറയും. പ്രത്യേകിച്ച് സഹോദരിമാര് അവരെന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ വലിയ കാര്യമായിരിക്കുമ്പോൾ ഒരുപാട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാകുമ്പോൾ എന്ത് ചെയ്യും? ആ ചെയ്തത് ഓരോന്ന് ലിസ്റ്റ് അടക്കം ഇങ്ങനെ പറയും. എടീ, നിന്റെ ഭർത്താവ് പൈസ അയക്കാതിരുന്നപ്പോ നിന്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കുവാൻ, നിന്റെ വീട്ടിലെ ആഹാരത്തിന്, നിന്റെ മൊബൈൽ ചാർജ് ചെയ്യുവാൻ, നിനക്ക് വസ്ത്രം വാങ്ങുവാൻ, ഇന്ന വീട്ടിലെ കല്യാണത്തിന് കൊടുക്കാൻ അന്ന് 500 തന്നത്, 1000 തന്നത്, 2000 തന്നത്, 10000 തന്നത്, ഇതെല്ലാം നിനക്ക് തന്നത് ഞാനല്ലേടി? നീ നന്ദിയില്ലാത്തവളല്ലേ? നീ എന്നോടത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്ത നന്മ എടുത്തു പറയുന്നത് അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന്, അവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് സഹോദരാ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയപ്പോൾ ഇബ്ലീസ് വന്നിട്ട് 5 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. അതിൽ 2 കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? 1 അസൂയ, 2 അത്യാഗ്രഹം. എന്നാൽ ഒരു 3 കാര്യമുണ്ട്, അതും കൂടെ ഓർമ്മപ്പെടുത്താതെ പോയാൽ അത് മോശമല്ലേ? എന്താണ്? ഇബ്ലീസ് പറയുകയാണ്, മൂസാ നബിയെ,